ഒരു യഥാർത്ഥ സത്യവിശ്വാസി സ്വന്തം ജീവന് ഭീഷണിയുണ്ടെങ്കിൽ പോലും, താൻ ഒരുപക്ഷെ ഇവിടെ വധിക്കപ്പെടേണ്ടി വന്നാൽ പോലും, ഒരു സത്യവിശ്വാസി സത്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന ആളാകണം. പാവം സാധു മനുഷ്യരുടെ, അതുപോലെ നിരപരാധികളായ മനുഷ്യർ ക്രൂശിക്കപ്പെടുമ്പോൾ, പീഡിപ്പിക്കപ്പെടുമ്പോൾ, പ്രയാസപ്പെടുത്തപ്പെടുമ്പോൾ, അനീതിക്ക് വേണ്ടി അവിഹിതമായ സമ്പാദ്യങ്ങളും സ്വത്തുവകകളുമൊക്കെ നിയമപാലകരും അതുപോലെ തന്നെ രാഷ്ട്രീയക്കാരും സ്വന്തം കൈപ്പടിയിലേക്ക് ഒതുക്കുമ്പോൾ, സത്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന ചില മനുഷ്യരുടെ ജീവിതം നമുക്ക് വല്ലാതെ ശ്ലാഘനീയമാണ്. പ്രത്യേകിച്ച് ഒരു MLA, അദ്ദേഹത്തിൻ്റെ നിലപാട്, ഒരുപക്ഷെ ഞാൻ ഈ ഒരു പ്രശ്നത്തിൻ്റെ പേരിൽ ഈ ലോകം ഒന്നടങ്കം എതിരായി എന്നെ കൊല ചെയ്യപ്പെടാൻ ശ്രമിച്ചാലും, ദൈവം എന്നെ രക്ഷിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ലോകത്തൊരാൾക്കും എൻ്റെ ഒരു ശരീരത്തിലും ഒരു രോമത്തിനും തകരാറ് സംഭവിക്കുകയില്ല എന്ന വിശുദ്ധ ഖുർആൻ അദ്ദേഹം അതിൻ്റെ മഹത്വത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഇവിടെയൊക്കെ നാം പ്രത്യേകം മനസ്സിലാക്കേണ്ടത്, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്തോട് വിളിച്ചു പറഞ്ഞത്, ഖുലിൽ ഹഖ വലൗ കാന മുറ. നിനക്കെത്ര കയ്പാണെങ്കിലും ശരി, എത്ര പ്രയാസമുണ്ടെങ്കിലും ശരി, സ്വജീവൻ നഷ്ടപ്പെടേണ്ടി വന്നാലും സത്യം വിളിച്ചു പറയുക തന്നെ ചെയ്യണം, സത്യത്തിനു വേണ്ടി നിലകൊള്ളുക തന്നെ ചെയ്യണം. അതാണ് ഒരു സത്യവിശ്വാസിയുടെ നിലപാട്. നമ്മുടെ നാട് ഹേമ കമ്മിറ്റിയുടെ പേരിൽ ഒരു ഹേമ കമ്മിറ്റി പുറത്തേക്ക് വന്നപ്പോൾ ഒരുപാട് സിനിമാ താരങ്ങൾ, ഒരുപാട് ഫിലിം ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നവരുടെ മുഖം മൂടി അഴിഞ്ഞു വീഴുന്നത് നാം കണ്ടു. അതുപോലെ തന്നെ എല്ലാ മനുഷ്യരുടെയും, ഈ ജനങ്ങളുടെ പൊതുസ്വത്തായ പലതും കൊള്ളയടിക്കപ്പെടുമ്പോൾ, അവിടെയൊക്കെ പല വിദ്വാൻമാരെയും ഭയപ്പെട്ടുകൊണ്ട് സത്യം മൂടി വെക്കുമ്പോൾ, അതിനെയെല്ലാം വകഞ്ഞു മാറ്റിക്കൊണ്ട് സത്യം വിളിച്ചു പറയുന്ന മനുഷ്യർ ശ്ലാഘനീയമാണ്. അവർ മനുഷ്യർക്ക് ആദരണീയരാണ്. അങ്ങനെ സത്യത്തിനു വേണ്ടി നിലകൊള്ളുന്ന വ്യക്താക്കളായി ജീവിക്കുക എന്നുള്ളത് പ്രവാചക വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നതാണ്. ഖുലിൽ ഹഖ വലൗ കാന മുറ. നിങ്ങൾക്ക് എത്ര കയ്പാണെങ്കിലും ശരി, നിങ്ങൾ സത്യത്തിനു വേണ്ടി നിലകൊള്ളണം. ഒരു വിശ്വാസി ഭീരുവായി ജീവിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് ആത്മവിശ്വാസത്തോടെ, സ്വധൈര്യത്തോടെ, എവിടെയും എൻ്റെ നാഥനുണ്ട് എന്ന വിശ്വാസ ദൃഢതയോട് ജീവിക്കുക എന്നുള്ളത് ഒരു ആത്മാഭിമാനം തന്നെയാണ്. പടച്ച റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.